മൊഴികളിൽ നീരാടാ മിഴികൾ നീന്തിയലയ ഇരുളി. ഹായ് ഓൾ, നമുക്കൊരു ലോടെക് പ്ലാന്റഡ് അക്വേറിയം എങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലോ. ഈ ലോടെക് പ്ലാന്റഡ് അക്വേറിയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, CO2 ഇഞ്ചക്ഷൻ ആവശ്യമില്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന പ്ലാന്റുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന അക്വേറിയം. അതാണ് ഈ ലോടെക് പ്ലാന്റഡ് അക്വേറിയം. നമ്മൾ എടുത്തിരിക്കുന്ന ടാങ്ക് 75 സെൻറ്റിമീറ്റർ ലെങ്ത്തും 40 ഹൈറ്റും 35 വിഡ്ത്തുള്ള എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ്സിൽ നമ്മൾ തന്നെ ഒട്ടിച്ചെടുത്ത ടാങ്കാണ്. സ്റ്റോൺസ് ഉപയോഗിച്ച് 2 പാർട്ടായിട്ട് ആ പാർട്ടിനുള്ളിലാണ് പ്ലാന്റഡ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാം. ഈ സ്റ്റോൺസ് എല്ലാം എല്ലാ അക്വേറിയം ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഔട്ട് സൈഡ് പോർഷൻ നമുക്ക് വൈറ്റ് സാൻഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ അക്വേറിയം ഷോപ്പിലും അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോൺസും നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടില്ല, അതിൻ്റെ പേരിൽ ഇളകാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഏകദേശം ഒരു 3.5 kg വൈറ്റ് സാൻഡ് നമ്മൾ ഇതിൻ്റെ ഔട്ട് സൈഡ് പോർഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് സാൻഡ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്രാപ്പറാണ്. പ്ലാന്റ്സ് ആഡ് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് അക്കോസോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അക്കോസോയിൽ മേടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അക്കോസോയിൽ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. അതിനുള്ള ഡിഫറൻസ് നമുക്ക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിൽ തന്നെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ അക്കോസോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഡ്രിഫ്റ്റ് വുഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ പീസുകൾ വെച്ചിട്ട് നമ്മൾ തന്നെ അറ്റാച്ച് ചെയ്തെടുത്ത ഡ്രിഫ്റ്റ് വുഡാണ്. നല്ല വലിയ പീസുകൾ, നമുക്ക് ഇഷ്ടമുള്ള പീസുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കവറോ ഇതുപോലെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫ്ലോ റേറ്റ് കുറച്ചിട്ട് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലാന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കോമൺ ലോടെക് പ്ലാന്റ് ആയ ലുഡ്വിജിയ, അതേപോലെ തന്നെ ഹൈഗ്രോഫില, വാലിസ്നേറിയ, റൊട്ടാല, ഗ്രീൻ, അങ്ങനെയുള്ള പ്ലാന്റ്സാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പ്ലാന്റ് ആഡ് ചെയ്യണ വീഡിയോസൊക്കെ നമ്മളിൽ മിസ്സായി പോയിട്ടുണ്ട്. പ്ലാന്റിങ് മൊത്തം കഴിഞ്ഞ ശേഷം നമ്മൾ വാട്ടർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും കുത്തനെ അധികം ഓവർ ഫോഴ്സിൽ ചെയ്യാണ്ടിരിക്കുക. വാട്ടർ ഫില്ല് ചെയ്ത് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സൺസൻ്റെ XPL 600 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബയോമീഡിയാസ് ഒക്കെ ആഡ് ചെയ്യാൻ സ്പേസ് ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ് ഓൺ ഫിൽറ്ററാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തേക്കണത്. ഈ ഫിൽറ്ററിൻ്റെ വാട്ടർ ഔട്ട്പുട്ട് വരുന്നത് 500 ലിറ്റർ പെർ അവർ ആണ്. ഇതിന് ശേഷം നമ്മൾ ഇതിൽ എക്സ്ട്രാ സെറാമിക് റിങ്സ് ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അക്വേറിയത്തിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ ഹാങ് ഓൺ ഫിൽറ്റർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ എടുക്കാൻ വിട്ട ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറയുടെ ഒരു 150 വാട്ട്സിൻ്റെ ഹീറ്റർ നമ്മൾ പ്ലാന്റിൻ്റെ
ബാക്കിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അക്വേറിയം ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി ഒരു പ്ലാന്റ് ടാങ്കിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് പാർട്ട്, അതായത് ലൈറ്റ്. WRGB ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീക്കക്വ ബ്രാൻഡാണ്. ഇത് ഏകദേശം 3 വർഷത്തിന് മുമ്പ് ഞാൻ വാങ്ങിച്ചൊരു ലൈറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡാണ് വീക്കക്വയുടെ. 75 സെൻറ്റിമീറ്റർ ടു 95 സെൻറ്റിമീറ്റർ ലെങ്ത് ഒരു എക്സ്റ്റൻഡബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ടാങ്കിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഏകദേശം 2 മാസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം പ്ലാന്റ്സ് എല്ലാം നല്ല രീതിക്ക് വളരുന്നുണ്ട്. വീക്ക്ലി ഒരു 35 to 40% വാട്ടർ ചേഞ്ച് മാത്രമേ നടത്തുന്നുള്ളൂ. പിന്നെ ഒരു 5 ml ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കും വാട്ടർ ചേഞ്ചിന് ശേഷം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പ്ലാന്റ് ടാങ്കിൻ്റെ വിശേഷങ്ങൾ. ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ഫിഷിൻ്റെ ഡീറ്റെയിൽസ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കണേ.